be with VV couples. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. എന്ത് വീഡിയോ നമ്മൾ കാണിക്കാൻ പോണെന്ന്? നെവർ ഹാവ് ഐ എവർ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കുറേ TV ഷോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മറ്റേ സെലിബ്രിറ്റീസിനൊക്കെ ചെയ്യുന്ന തരം വീഡിയോ, കണ്ണങ്ങോട്ട് പോയി വീഡിയോസാണിത്. അപ്പോൾ ഇത് നമ്മുടെ VV കപ്പിൾസിൻ്റെ ഒരു വേർഷനാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ബോളിൽ. അപ്പോൾ ഇതിന് നമ്മളൊരു 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എടുത്ത് ഓപ്പൺ ചെയ്ത് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാം? ഫസ്റ്റ് എന്നല്ലേ പറയാ. ഇപ്പൊ ഒരു ചേഞ്ച് വിഷയം തന്നെ അതെടുത്തോ. ശരി, അപ്പൊ ഞാൻ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. നിങ്ങളെ ആരെങ്കിലും പരസ്യമായി അപമാനിച്ചിട്ടുണ്ടോ? എന്റെ ഭാഗത്തുനിന്ന് നെവർ. എന്നെ ആരും ഇതുവരെ പരസ്യമായി അത് ചെറുപ്പത്തിലാണ്. എൻ്റെ അടുത്തൊരു ആളാണ്. പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അപ്പം അന്ന് ആളെന്നെ കുറച്ച് ഏകദേശം ഒരു 8 വയസ്സ് സമയം, കറക്റ്റ് എനിക്ക് പറഞ്ഞില്ല. പക്ഷെ ആ ഒരു സീൻ എനിക്കിപ്പോഴും എൻ്റെ മൈൻഡുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്ത് തന്നെ ആ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നല്ല, മിച്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഞാൻ മിച്ചർ പ്രാന്തനാണ്. അപ്പോൾ ആ ഒരു സംഭവം അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞില്ലേ? വിഷന്റെ മിച്ചപ്രതികാരം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. വിഷൻ എടുത്തോ. ആർക്കെങ്കിലും ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? ഐ ഹാവ്. ഞാൻ എന്റെ ഭർത്താവിനാണ് ലവ് ലെറ്റർ കൊടുത്തിട്ടുള്ള കല്യാണത്തിന്. അല്ല, ഞാൻ കൊടുത്തിട്ടുള്ള ഇഷ്ടം പേർക്ക് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒന്ന്, ഞാൻ ആദ്യം സ്നേഹിച്ച പെൺകുട്ടിക്ക്, പിന്നെ രണ്ടാമത് ഇവിടേക്ക് എൻ്റെ വൈഫ്. അല്ല, ഇവിളെക്കാളും മുമ്പ് ആദ്യം കാണുന്നത് ഞാൻ അവിടെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവൾക്കല്ലേ കൊടുക്കേണ്ടത്. എനിക്ക് മാത്രമാണ് പാവം. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ എടുക്കാം. നല്ല ക്വസ്റ്റ്യൻ. റെസ്റ്റോറന്റിൽ പോയി കഴിച്ച ഭക്ഷണത്തിന്റെ ബിൽ പേ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അതെന്നറിയോ? അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം ഷേക്ക് കുടിക്കാൻ പോയതാ. ഷേക്ക് കുടിക്കാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. +2 ഉണ്ടായ കഥയാ. അങ്ങനെ നമ്മള് ഷേക്ക് കുടിക്കാൻ ഒരാളെടുത്ത് പോയി. ഇപ്പം അയാൾ ഭയങ്കര റോഡായിട്ട് നമ്മളിപ്പോൾ ചോദിച്ചു അവിടെ എന്തൊക്കെ കഴിക്കാനുള്ളത്. പപ്സ് ഉണ്ട്. നമ്മൾ ചോദിച്ചു പപ്സ് അല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? പറഞ്ഞു സാൻഡ്വിച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ വേറെ എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ പറഞ്ഞു നിങ്ങൾ എന്ത് കഴിക്കാനാണെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് പോകും, അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. റോഡായിട്ട് പെരുമാറി. അപ്പം എനിക്ക് ദേഷ്യം വന്നു. നമ്മളെന്ത് ചെയ്തു, അയാൾ എന്തോ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മറ്റേതവിടെ എടുത്തിട്ട് നൈസായിട്ട് മിഠായി, അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ മിഠായി മിച്ചർ അങ്ങനെ കടകളൊക്കെ ഉണ്ട്, ബേക്കറി പോലെ ഉണ്ട്. അപ്പം നമ്മൾ ആ മിഠായി വാങ്ങാൻ നിൽക്കുന്ന രീതിയിൽ നിന്നിട്ട് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെ അത് അയാളുടെ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല, എന്നാലും അയാളുടെ പ്രതികാരം വഴി നമ്മൾ ചെയ്തു. അത് മനഃപൂർവ്വം തന്നെയല്ലേ, അറിഞ്ഞോണ്ടാണല്ലോ അത് ചെയ്യണത്. അല്ല, നമ്മള് പോണത് പൈസ കൊടുക്കാണ്ട് കഴിക്കുന്നു വെച്ചിട്ടൊന്നല്ലോ പോണേ.
അല്ല പൈസ കൊടുക്കാണ്ട് പോണത് അറിഞ്ഞോണ്ടല്ലേ, അപ്പൊ അതിന് പറഞ്ഞത് ന്യായണ്ടാ? അങ്ങനെയല്ല നമ്മൾ പോണത് പൈസ കൊടുക്കില്ലെന്ന് വെച്ചിട്ട്, പക്ഷെ അയാളുടെ പെരുമാറ്റം കാരണം നമുക്ക് ദേഷ്യം വന്നു. അപ്പൊ ഐ ഹാവ് മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പൊ അടുത്തേക്ക് ഇറക്കാൻ പോയി. പശുവിന്റെ കളിയിൽ നിന്ന് കൊക്കിന്റെ വിശപ്പം തീർന്ന പോലെ. അത് ഞാൻ എടുക്കേണ്ടത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് വിഷ്ണു എടുത്തു. മറ്റൊരാളുടെ എങ്കിലും ഫോൺ വാങ്ങി രഹസ്യമായി നോക്കിയിട്ടുണ്ടോ? മര്യാദക്ക് എഴുതിയാലല്ലേ മര്യാദക്ക് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു 5-6 വരി കിട്ടുന്നുണ്ട്. മറ്റൊരാളുടെ എഴുതിയ ആൾക്ക് കറക്റ്റ് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? മറ്റൊരാളുടെ ഫോൺ വാങ്ങിയിട്ട് അയാളുടെ ഗാലറി, അയാളുടെ പേഴ്സണൽ മെസ്സേജസ് ഒക്കെ രഹസ്യമായിട്ട് നോക്കിയിട്ടുണ്ടോ? ഞാനപ്പോ കുരുത്തം കെട്ടവള് ഞാൻ നോക്കിയിട്ടുണ്ട്, കൊറേ പേട്ടം നോക്കിയിട്ട്. അല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അത് മറ്റുള്ളവരെ സ്വകാര്യതയല്ല, അത് നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അല്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം തന്നെയാണ്. ഞാൻ നോക്കിയിട്ടില്ല. നമ്മള് ഇത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കാം. അല്ലാണ്ട് വേറെ നമ്മൾ അറിയാണ്ട് ഫോൺ എടുത്തിട്ട് പരിശോധിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു പ്രായത്തിന്റെ അതെ ശരിയാണ്. അല്ല അത് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എടുക്കട്ടെ. എടുത്തോളൂ. ആരോടെങ്കിലും വൺ സൈഡ് ലവ് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ലവ് അതിപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ലവ് അപ്പൊ തോന്നിയിട്ടുള്ള അത് വൺ സൈഡ് ലവ് ആയിരുന്നു. അതന്നെ, വേറെ ഒന്നുമില്ല. കൂടുതൽ പറയാൻ പറ്റില്ല. എനിക്കെല്ലാം അറിയാം. എൻ്റെ അല്ലേ ഞാൻ എടുക്കുന്നത്? അല്ല വിഷ്ണു. ഇഞ്ചക്ഷൻ എടുക്കാൻ ഇപ്പോഴും പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്. ചെറുതായിട്ട് പേടിയുണ്ട് എനിക്ക്. എന്താ എനിക്ക് നല്ല ചിലവർക്ക് ഇപ്പോഴും പേടിയുണ്ടാവും. ചിലവര് തുറന്ന് പറയില്ല എന്നുള്ളൂ. ചിലവർക്ക് പേടിയുണ്ടാവും. എനിക്ക് പേടിയുണ്ടാവും. അങ്ങനെ വലിയ പേടിയില്ല, ചെറുതായിട്ടൊരു പേടി. ഞാൻ ലാസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അല്ല ശരിയാണ്. ഓ സമ്മതിച്ചു. ശരി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. എൻ്റെ ഒരു രീതി ഇതൊക്കെ എനിക്ക് ഐ ഹാവ് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ. ആരെങ്കിലും തന്ന ഗിഫ്റ്റ് റീഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും തന്ന ഗിഫ്റ്റ് അത് അവർക്ക് തന്നെ നമ്മൾ റീഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? In some situations you can imagine. അത് ഇതിന്റെ ആദ്യം നീ പറഞ്ഞോ അതോ ഞാൻ പറയണോ? ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റ 10th പഠിക്കുമ്പോ എത്രയാന്ന് തോന്നുന്നു ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടിയ ഫ്രണ്ടിന് ഗിഫ്റ്റ് തന്നെ. അതെനിക്ക് ആളിനെ ഗിഫ്റ്റ് കിട്ടി. അപ്പൊ ആ ഗിഫ്റ്റ് തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ലാസ്റ്റ് റോൾ നമ്പേഴ്സ് ആയ കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും പെന്നെ അവൾക്കും അവൾക്ക് എന്നെയാണ് കിട്ടിയിരുന്നത്. അപ്പൊ ഞാൻ ആ ഗിഫ്റ്റ് അവൾക്കും കൊടുത്തു, അവൾക്കും കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിന് എനിക്കെന്തോ ഗിഫ്റ്റ് ചെയ്തതാ. അതിങ്ങനെ അവരുടെ കല്യാണത്തിന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത്ര ഉള്ളൂ. എൻ്റെ ഒന്നുമില്ല. അതായത് ഞാൻ 9ൽ പഠിക്കുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പം ഞാൻ ആ ഗിഫ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അത് ഭയങ്കര പഴകിയതും അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ
ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ പൊട്ട സാധനം തന്നു, അവൻ ഭയങ്കര ഇതാക്കി എന്നൊക്കെ തോന്നി. അപ്പൊ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കില്ല ആ സമയത്ത് എന്തിനു ഗിഫ്റ്റ് അയക്കുന്നൊക്കെ. അപ്പൊ ഗിഫ്റ്റ് വന്നപ്പോ എന്താ ഇങ്ങനത്തെ ഒരു നമ്മള് അതന്നെ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ ഇപ്പൊ എന്താ ചെയ്തേ, അവനെ സെയിം അടുത്ത ഇയറിൽ 10ാം ക്ലാസ്സില് സെയിം ഇയറിൽ തന്നെ അപ്പൊ എനിക്ക് അവൻ സെയിം ക്ലാസ്സിൽ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടി. അപ്പൊ ആ ഗിഫ്റ്റ് തന്നെ ഞാൻ അവന് ആ സെയിം ഇയറില് അവന് തന്നെ ഞാൻ പാക്ക് ചെയ്ത് തിരിച്ചു കൊടുത്തു. എൻ്റെ ഒരു പ്രതികാരം. അതെ, അത് ഭയങ്കര രസമായിരുന്നു ആ സമയത്ത്. അവരെന്നെ അത് ഗിഫ്റ്റ് കിട്ടിട്ട് അവൻ ഇങ്ങനെ നോട്ടം നോക്കി. പക്ഷെ രസമായിട്ടുള്ള അതൊക്കെ ഒരു രസമായിട്ടുള്ള കാര്യങ്ങളാണ്, വേറെ ഒന്നും. ശരി, അതിന്റെ കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം പോടെ. സില്ലി ക്വസ്റ്റ്യൻ. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും പണിഷ്മെന്റിന് വേണ്ടി പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ കയറിയിട്ടുണ്ടോ? തല്ലുണ്ടാക്കിയത് പ്രിൻസിപ്പൽ വിളിച്ചിട്ടുണ്ട് ഫസ്റ്റ് പഠിക്കുമ്പോൾ. സീനിയേഴ്സ് ആയിട്ട് +2 തല്ലുണ്ടാക്കി, കുറെ തല്ലുണ്ടാക്കി. അങ്ങനെ അപ്പൊ പ്രിൻസിപ്പൾ വിളിച്ചു. ഭയങ്കരയാണ് ഇവള്. പ്രിൻസിപ്പൽ നമ്മള് ലേഡീസ് +1 +2 ഫുൾ കോൺവെന്റിലെ ഹോളി ഫാമിലിയാണ് പഠിച്ചിരുന്നത്. അപ്പം അന്ന് അവിടെ സീനിയേഴ്സ് ആയിട്ട് കുറെ തല്ലൊക്കെ ഉണ്ടാക്കി +1 പഠിക്കുന്ന സമയത്ത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് വിളിപ്പിച്ചു, കുറെ ചീത്തയൊക്കെ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? നീ എവിടെ കണ്ടേ? സിനിമയില്. ആകാശഗംഗ, മണിച്ചിത്രത്താഴ്, ആകാശഗംഗ 2. എന്തൊരു തോൽവിയാടി നീ. അല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രേതത്തിനെ കണ്ടോന്നല്ല ചോദിച്ചാ. അപ്പൊ പ്രേതം ഈ സിനിമയിലൊക്കെ പ്രേതല്ലേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എങ്ങനെ ഈ സാധനത്തിന് ഞാൻ സഹിക്കണമെന്ന്. ഞാൻ മറ്റേ മുമ്പ് പറഞ്ഞ പോലെ ഇതിവിടെ വരണ്ടല്ലോ, അത് ദൈവം വരച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ആൻസർ കൊടുക്കണ്ടത്. നമ്മൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആകാശഗംഗ, മണിച്ചിത്രത്താഴ്, പിന്നെ ആകാശഗംഗ 2 കുറെ സിനിമയുണ്ട്. ബോൾ മുഴുവൻ തെറിച്ചു പോയി. ക്വസ്റ്റ്യൻസ് പറക്കിരിക്കട്ടെ കേട്ടോ. ഉണ്ണി അടിയുന്ന ബോർഡ് വെച്ചിരുന്ന ബോർഡ് ചവിട്ടിയവൻ കാലുകൊണ്ട്. അവനല്ല, അവൾ. അല്ല, ഞാൻ വന്ന് പറയാറുള്ള ഉണ്ണി ഇങ്ങനെ കാണിക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത് നീ ഉറങ്ങണം കുട്ടി ഞെട്ടിപ്പ്. എന്താടി നീ രാക്കിച്ചിരി? പല്ലു തേക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഞാൻ 1-2 വട്ടം കഴിച്ചിട്ടുണ്ട്. അല്ല, ഒരെണ്ണം മനഃപൂർവ്വം കഴിച്ചിട്ടുണ്ട്, വിശന്നിട്ട്. പിന്നെ പനിയൊക്കെ ആയിരിക്കുമ്പോൾ എല്ലാവരും കഴിക്കണത്. അപ്പൊ ചില പനിയൊക്കെ ആയിരിക്കും. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്നൊന്നും പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ നമുക്ക് പല്ല് തേക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറെ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടാകുമ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കൂടുതലും പല്ല് തേക്കാണ്ട് പറഞ്ഞു ചെയ്യണം. അല്ല, പല്ല് ശ്രദ്ധിക്കും. അല്ല, ചില ഫുഡും മണൊക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു പല്ല് തേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് സന്തോഷമായി. ഈ കാരണന്മാർ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായി നിമിഷണം അത്. ആ ഒരു പ്രവൃത്തി അവിടെ നീങ്ങിയല്ലോ. അല്ല, ഈ കാരണന്മാർ ഓരോ ആചാരങ്ങൾ കൊണ്ടുവരാ. പല്ല് തേക്കുക, കുളിക്കുക, പല്ല് തേക്കുക, കുളിക്കുക. ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിക്കുന്നു. എന്തായാലും അടുത്തേക്ക് പോവാ. ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് കിടക്കാൻ. കോക്കു ഓ പ്രായത്തിന് ഭയങ്കര പേടി. ഒരു ശബ്ദം കേട്ടാൽ മതി, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വൈകുന്നേരം പേടിപ്പിക്കും. ഇവിടെ പീഡിപ്പിക്കില്ല, പേടിപ്പിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് കിടക്കാൻ. ആ ശരി, അപ്പോൾ അടുത്തേക്ക് പോവാം. നീ അല്ലേ എടുക്കേണ്ടത്? ഇഷ്ടം ഉണ്ണി എൻ്റെ മടിയിൽ കിടക്കുന്നതുകൊണ്ട് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടാവും. വീഡിയോയ്ക്ക് ക്ഷമിക്കുക. ജീവിതത്തിൽ ആരോടെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ട്? എനിക്ക് ഒരൊറ്റ ആളോടെ വെറുപ്പ് തോന്നിയിട്ടുള്ളൂ. ആ വെറുപ്പ് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് റിമൈൻസ്. എനിക്ക് ഇപ്പോഴും ആളോട് ഭയങ്കര 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 വെറുപ്പാണ്. അറിയാനാണ് എനിക്ക് അത്ര വെറുപ്പ്, പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത്ര വെറുപ്പ് എനിക്ക് ഉണ്ട്. എനിക്കങ്ങനെ എനിക്കെന്ന് പറയാനായിട്ട് കുറെ പേരുണ്ട്. കുറെ പേരെന്ന് വെച്ചാൽ പക്ഷെ അവരോട് അങ്ങനെ ഒരു ഇതല്ല അവോയ്ഡ് ചെയ്തു. പക്ഷെ എനിക്ക് 2 പേരുണ്ട്. അതിൽ ഒരാളോട് എനിക്ക് അത്ര വെറുപ്പ് ഉണ്ടായിരുന്നെങ്കിലും അതിപ്പോ പോയി. അതൊരു ആൺകുട്ടിയോടായിരുന്നു ഭയങ്കര വെറുപ്പ്. സെക്കൻഡ് എനിക്കൊരു ആളുടെ ഒരു വെറുപ്പ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്കങ്ങനെ കുറച്ച് ദേഷ്യം എനിക്ക് അതിനോട് ഭയങ്കര വെറുപ്പാണ്. വെറുപ്പ് അവർക്ക് വെറുക്കും. നീ പറഞ്ഞു അപ്പൊ അതന്നെ, വേറെ ഒന്നുമില്ല. അപ്പൊ അടുത്തേക്ക് പോവാം. എന്റെ അടുക്കല് തെറ്റിപ്പോയി. സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ടീച്ചറെ പ്രണയിച്ചിട്ടുണ്ടോ? കാരണം എന്റെ പ്രായത്തിനുള്ള അവിടെ ആരും ഉണ്ടായിരുന്നില്ല, സ്കൂളിലായാലും കോളേജിലും. സെയിം തന്നെ. അല്ല അതിലിപ്പോ വലിയ കാര്യമില്ല. ഇതിപ്പോ ഈ ചോദ്യം തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ പ്രേമസിന് ഇറങ്ങിയപ്പോ തൊട്ടാണ്. അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നാലും എന്തിനാണ് ഇവിടെ എഴുതിയതൊക്കെ ഇപ്പോഴും അതിന്റെ ഒരു അറിയണം. എനിക്ക് കുറച്ച് ഉള്ളിലിരിപ്പുകൾ അറിയാൻ വേണം. അതിനോട് ഞാനും തന്നെ ക്വസ്റ്റ്യൻസ് എഴുതിയത്. അടുത്തേക്ക് പോവാ. ഞാൻ എടുക്കാം. Still, I have 2 ദിവസത്തിന് മുകളിൽ കുളിക്കാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കാരണവന്മാർ ഓരോ ചടങ്ങ് കൊണ്ട് വെച്ചിരിക്കുക. കുളിക്കുക, പല്ല് തേക്കുക. എനിക്ക് കുളിക്കാതിരിക്കാൻ പറ്റില്ല. ആയാലും ഞാൻ കുളിക്കും. അല്ല, ചില സിറ്റുവേഷൻ ഹോസ്പിറ്റൽ കേസ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുളിക്കാണ്ടിരിക്കണം. അങ്ങനെ ഉള്ള ഒരു രീതി നിങ്ങളങ്ങനെ ചെയ്യരുതിട്ടാ. നിങ്ങളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എനിക്ക് നല്ല വൃത്തിയാണ്. വൃത്തിയുണ്ടോ? ഭയങ്കര വൃത്തിയാ. സീരിയസ് ആയിട്ട് ഭയങ്കര വൃത്തിയാ. മറ്റൊരാളുടെ ലൈഫ് കണ്ട് അസൂയ തോന്നിയിട്ടുണ്ടോ? ബിഫോർ മാരേജ് ആണോ ആഫ്റ്റർ മാരേജ്? ബിഫോർ മാരേജ് ആണെങ്കിൽ ഐ ഹാവ്. ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ നെവർ 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 നെവർ. ബിഫോർ മാരേജ് ഒരിക്കലും ഇല്ല. ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കണേ. എന്റെ ജീവിതം തന്നെ എനിക്ക് കണ്ടിട്ട് അസൂയ തോന്നാം. പിന്നെന്തിനാ? എന്താ പൊന്നു അടുത്തേക്ക് പോവാ. ദേഷ്യം വന്നു തുടങ്ങി. ഒരാളിവിടെ അലമ്പ് പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചിട്ടെ. ഇതാണ് നമ്മുടെ എനിക്ക് ഇങ്ങനെ മോള് ഞങ്ങൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ കാണിച്ചു തരാം. ശരിക്കും കാണിക്കണില്ല. അപ്പൊ നമുക്കത് കുറച്ച് കണ്ട് കാണിക്കാം. ശബ്ദമൊക്കെ കിടക്കിങ്ങനെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇതൊരു പരിപാടിയായിട്ട് നിർത്താ. അങ്ങനെയല്ല, അതെന്താ വെച്ചാല് ഫസ്റ്റ് ഞാൻ പോയത് നമ്മള് ട്യൂഷൻ പോയിണ്ടായിരുന്നു. ഒരു +1 പഠിക്കുമ്പോ എന്തോ സമയത്ത് വെറുതെ പോയതാ. ആൾക്കാർ ട്യൂഷന് പോകുമ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ട്യൂഷന് വേണ്ടി പോയതാ. അപ്പൊ എന്താ അപ്പുറത്തെ വീട്ടിൽ കല്യാണം നടക്കണം. അപ്പൊ നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ കയറുന്ന കസല കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ കയറുന്നത് എന്താ വെച്ചാൽ എന്തായാലും കയറുന്നു ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോവാ.
സത്യം പറഞ്ഞ എനിക്ക് കൊതിയായിട്ട് നീ കഴിയുന്നല്ലേ അവിടുത്തെ നല്ല നല്ല മഴ വിശപ്പ് നല്ലൊരു വൈബായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അടിച്ചിട്ട് പോകുന്നു. ഞാൻ കഴിച്ചിട്ടുള്ളത് കൂട്ടുകാരൻ്റെ നമ്മള് പോകുമ്പോ ഒരു കല്യാണത്തിന് പോവായിരിക്കും. കൂട്ടുകാരന്റെ കൂട്ടുകാരൻ അപ്പൊ പോകുമ്പോ പോയിട്ടുള്ളത് അങ്ങനെ പോകുമ്പോ കല്യാണത്തിന് പോയിട്ടുള്ളത് ഒരാളുടെ അവന്റെ വിളിച്ചിട്ടുള്ള കല്യാണമാണ്. അപ്പൊ അതിന് നമ്മള് പോയി അപ്പൊ നമ്മൾ ഒരുമിച്ചാല് പോവാ. പോണ സമയത്ത് തടി ഫ്രണ്ട് എന്റെ തടി ഒന്ന് കല്യാണം ഉണ്ടായിട്ട് പോയിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് കൂടെ പോയതാ. പിന്നെ നമുക്ക് കൂടെ പോയ സ്ഥിതിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതൊരു മര്യാദക്കടല്ല. അത് അവരോട് എനിക്ക് മര്യാദക്കടല്ല അല്ലേ. അപ്പൊ ഞാൻ എന്റെ ഒരു രീതിയിൽ അത് കഴിച്ചു. അപ്പൊ അവർക്കൊരു സംതൃപ്തി, നമുക്കൊരു സംതൃപ്തി. അത്രേ ഉള്ളൂ. ഇത് ഞാൻ എടുക്കണത് സാരില്ല. എന്തായാലും എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ വായിക്കാം. ആരോടെങ്കിലും പ്രായം കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ല, പ്രായം കുറച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ല ഇല്ല, ഞാൻ ഇതുവരെ പറഞ്ഞു. ഭാവിയിൽ ചിലപ്പോ ഞാൻ പറയുമായിരിക്കും. അല്ല, എന്നെ സാധാരണ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പ്രായം എന്താ പറയാ, ചിലവര് എന്റെ ഈ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലർ ചോദിക്കും നിനക്ക് എത്ര വയസ്സായിരിക്കും. നമ്മള് അല്ല ആ സമയത്ത് ഒരു 18 ഉള്ള സമയത്തൊക്കെയാണ് നമ്മള് ചോദിക്കുമ്പോ 18 വയസ്സാ നിനക്ക് അത്ര ആയിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ ചില സമയത്ത് അത് സീരിയസ് ആയിട്ടുള്ള കാര്യം. കാരണം എന്നെ അറിയണ ആൾക്കാര്, ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാലോ. ചിലര് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഉള്ള കാര്യമാണ് സത്യം. SP ഒന്നുമില്ലടി, ഞാൻ കാര്യമായിട്ട് നീ എടുക്കണ്ടത്. ഞാൻ എടുത്തിട്ട് നീ ചോദിച്ചാലോ. കല്യാണത്തിന് മുൻപ് ആരെങ്കിലും കിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നെവർ നെവർ നെവർ. ഉണ്ടാവും ചിലപ്പോ. അത് നമുക്ക് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോ തന്നെ പറഞ്ഞതായിരുന്നു എനിക്ക് ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം. പ്രേമിച്ചിട്ടുണ്ട്, അല്ലാണ്ട് നമ്മള് കിസ് ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനല്ലേ എടുക്കണ്ടേ? അതെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുള്ളൂ. മറ്റൊരാളുടെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വേറെ അല്ല, ഞങ്ങൾ അങ്ങോട്ടും തന്നെ എന്റെ അടുത്ത് യൂസ് ചെയ്യുള്ളൂ, ഞാൻ അടുത്ത് യൂസ് ചെയ്യും. അതായത് ഇപ്പൊ ബ്രഷ് കണ്ട് സെയിം ആണ്, അല്ല സെയിം അല്ല, അതായത് ഡിഫറെന്റ് കളേഴ്സ് ആണ്. പക്ഷെ നമുക്ക് ആദ്യം ഏതായിരിക്കണ വെച്ചാൽ അതെടുക്കും, ചെയ്യും. സ്നേഹമുള്ളടത്ത് അതൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെയൊന്നുമില്ല. ഒരു ലൈഫ് സ്റ്റാർട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഫ്ലോയിൽ പോയി. അപ്പൊ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെടുക്കാം നമുക്ക്. വീട്ടുകാരോട് നുണ പറഞ്ഞ് പുറത്തേക്ക് കറങ്ങാൻ പോയിട്ടുണ്ടോ? എക്സാം എഴുതാൻ പോവാന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ കൂടെ ശക്തിപുരം കേട്ട് കോട്ട കാണാൻ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, കുറെ പോയിട്ടുണ്ട്. സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കൂട്ടപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അതമ്മാനെ പറഞ്ഞിട്ട്. ചില നേരം സത്യം പറയും, ചില നേരത്ത് നുണ പറയും. കൂടുതൽ നുണയാണ് പറഞ്ഞേക്കുന്നത്. കാരണം വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടില്ല. അതാണ് അങ്ങനെ കുറെ നുണ പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോ തീർന്നു. നമ്മുടെ നെവർ ഹാവ് ഐ എവർ ക്വസ്റ്റ്യൻ ചലഞ്ച് ഇന്ന് ഇവിടെ കഴിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരം വീഡിയോ ഉണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾ അതേപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ല, ഒരു മിനിറ്റ്, അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്ട്. എല്ലാവരും വേറെ ഒന്നല്ല, എല്ലാവരും വീട്ടില് പരമാവധി ഇരിക്കുക, പുറത്തേക്ക് പോവുക. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ കണ്ടില്ല, ഇപ്പൊ എല്ലായിടത്തും സമൂഹ വ്യാപനം എല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ഉള്ളിൽ തന്നെ ഇരിക്കുക. എല്ലാവരും പുറത്തേക്ക് പോകാതെ നോക്കുക. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെയാണെങ്കിൽ
പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരും, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പരമാവധി ശ്രദ്ധിക്കുക, നല്ലത്. പിന്നെ അത്യാവശ്യ കാര്യത്തിന് മാത്രം പുറത്തേക്ക് പോവുക. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ശ്രദ്ധിക്കുക എല്ലാവരും ലൈഫ് അവരുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും ബൈ.